ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിയാബ്ലോ ഗാർഡിയൻ എന്ന സീരീസിൻ്റെ 8ാമത്തെ എപ്പിസോഡാണ്. ഇതിൻ്റെ ആദ്യത്തെ 7 എപ്പിസോഡ്സിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ബോസിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ ഡ്രഗ്സുമായി വീട്ടിലെത്തിയ വയലറ്റിനെയാണ് കാണിക്കുന്നത്. ആ സമയത്ത് അവിടെ ഫിലിപ്പിൻ്റെ സുഹൃത്ത് ഹെൻറി വയലറ്റുമായി ബോസുമായി നടത്തിയ ഡീലിനെ പറ്റിയെല്ലാം സംസാരിച്ച് വഴക്കെല്ലാം ഉണ്ടാക്കുന്നു. വഴക്കിനിടയിൽ അവൻ വയലറ്റിനെ തള്ളി അവളുടെ തല ഒരു ഫോട്ടോയിലിടിച്ച് അവളുടെ ബോധം പോകുന്നു. അവിടെ കട്ട് ചെയ്ത് പിന്നീട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന വയലറ്റിനെയാണ് കാണിക്കുന്നത്. ഡോക്ടറുടെ റൂമിൽ നിന്നും പുറത്തിറങ്ങിയ ഉടൻ ഫിലിപ്പ് വയലറ്റിനോട് റൂമിൽ എന്താ സംഭവിച്ചത് എന്ന കാര്യത്തെ പറ്റിയെല്ലാം ചോദിക്കുന്നു. എന്നാൽ വയലറ്റ് ഇത് ചെയ്തത് ഒരു ക്ലയന്റ് ആണെന്ന് മാത്രം പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുന്നു. അവിടെ കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് ഓഫീസിൽ ജോലിക്ക് വന്നിരിക്കുന്ന വയലറ്റിനെയാണ്. വയലറ്റിന് ആ സമയത്ത് അവളുടെ ടേബിളിൽ നിന്നും ബാറിൽ വെച്ച് മീറ്റ് ചെയ്യാം എന്നൊരു സ്ലിപ്പ് ലഭിക്കുന്നു. ആ കുറിപ്പിന് റിപ്ലൈ എന്നോണം അവൾ പിഗിൻ്റെ ക്യാബിന് പുറത്ത് ചെന്ന് അവിടെ കൊട്ടിയിട്ട് നേരെ തൻ്റെ വർക്കിന് പോകുന്നു. അവിടെ കട്ട് ചെയ്ത് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന പിഗിനെയാണ് കാണിക്കുന്നത്. പിഗ് ആണെങ്കിൽ മാനേജറോട് തനിക്ക് ഗ്രാൻഡ് മേയർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി നേരെ ബാറിലേക്ക് പോകുന്നു. ബാറിലെത്തിയ പിഗ് അവിടെ കുറേ നേരം വയലറ്റിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. എന്നാൽ പിഗ് ഇറങ്ങാൻ നേരത്ത് അവിടേക്ക് വയലറ്റ് കടന്നു വരുന്നു. അവർ രണ്ടുപേരും കൂടി അവിടെ വെച്ച് തൊട്ടപ്പുറത്തെ മുറിയിൽ ചെന്ന് ഫിസിക്കൽ റിലേഷൻഷിപ്പിലെല്ലാം പോകുന്നു. വയലറ്റിനാണെങ്കിൽ ഫിലിപ്പിനെ കണ്ടുമുട്ടിയത് മുതൽ ന്യൂയോർക്ക് വെറുത്തു തുടങ്ങിയിരുന്നു. അവൾ എങ്ങനെയെങ്കിലും ഫിലിപ്പിനെ പറ്റിച്ച് ആ നാട്ടിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി തീരുമാനിക്കുന്നു. അവിടെ കട്ട് ചെയ്ത് പിറ്റേ ദിവസം ബോസിനെ മീറ്റ് ചെയ്യാൻ പോകുന്ന വയലറ്റിനെയാണ് കാണിക്കുന്നത്. അവൾ ബോസിനോട് ഹെൻറി ഫിലിപ്പിനോട് അവൾ തന്നെ പറ്റിച്ച കാര്യമെല്ലാം പറയുമോ എന്ന് പേടിച്ച് ബോസിനോട് തനിക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന കാര്യമെല്ലാം പറയുന്നു. അതിനുശേഷം രണ്ടുപേരും റൊമാൻസ് എല്ലാം ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ബോസ് വയലറ്റിനെ അവളെ പുറത്താക്കിയ ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. വയലറ്റ് ആദ്യം ഇതിനെ വിസമ്മതിക്കുന്നുണ്ടെങ്കിലും അവസാനം ബോസിൻ്റെ നിർബന്ധം കാരണം അവൾ അതിന് സമ്മതിക്കുന്നു. അവിടെ കട്ട് ചെയ്ത് ഈവനിങ്ങിൽ വീട്ടിലെത്തിയ വയലറ്റിനെയാണ് കാണിക്കുന്നത്. ആ സമയത്ത് വീട്ടിൽ ഫിലിപ്പിനോടൊപ്പം ഹെൻറിയും അവിടെ ഉണ്ടായിരുന്നു. ഫിലിപ്പ് വയലറ്റിനോട് ഹെൻറിക്ക് വേണ്ട ഡ്രഗ്സ് എല്ലാം ബോസുമായി സംസാരിച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ഹെൻറി ഫിലിപ്പിനെ താൻ പറ്റിക്കുന്ന കാര്യമെല്ലാം പറഞ്ഞു കൊടുക്കും എന്ന് പേടിച്ചുകൊണ്ട് വയലറ്റ് അവസാനം ഇതിന് സമ്മതിക്കുന്നു. വയലറ്റിന് ഒട്ടും തന്നെ താല്പര്യമില്ലെങ്കിലും അവൾ ബോസുമായി സംസാരിച്ച് അവന് വേണ്ട ഡ്രഗ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. വയലറ്റ് ബോസിനോട് ഹെൻറി തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെന്നും അതുകൊണ്ട് ഹെൻറിയെ കൊന്നുകളയാൻ വേണ്ടിയെല്ലാം ആവശ്യപ്പെടുന്നു. എന്നാൽ ബോസ് ഹെൻറിയെ കൊന്നുകളയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്നും അയാളുടെ ബിസിനസ് ചെയിനെ ബാധിക്കും എന്നെല്ലാം അയാൾ വയലറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അവിടെ കട്ട് ചെയ്ത് അന്ന് വൈകുന്നേരം ഫിലിപ്പുമായി സംസാരിച്ചിരിക്കുന്ന വയലറ്റിനെയാണ് കാണിക്കുന്നത്. ആ സമയത്ത് ഫിലിപ്പ് വയലറ്റിനോട് ഡോക്ടർ നമ്മുടെ കയ്യിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ഡ്രഗ്സ് പർച്ചേസ് ചെയ്തോളാം എന്നൊരു കരാർ സമ്മതിച്ച കാര്യമെല്ലാം വയലറ്റിനോട് പറയുന്നു. എന്നാൽ ഫിലിപ്പ് വയലറ്റിനോട് നമുക്ക് ഇത് ബോസ് അറിയാതെ ബോസിൻ്റെ ഡീലറായ കോബിയിൽ നിന്നും ഡയറക്റ്റായി പർച്ചേസ് ചെയ്ത് സെൽ ചെയ്ത് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്ന ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു. ഫിലിപ്പ് ബോസ് അറിയാതെ ബോസിൻ്റെ കയ്യിൽ നിന്നും ബോസിൻ്റെ ഡീലറായ കോബിയുടെ നമ്പർ കണ്ടുപിടിച്ചുകൊണ്ട് വരേണ്ട ഉത്തരവാദിത്തം വയലറ്റിനെ ഏൽപ്പിക്കുന്നു. വയലറ്റ് ബോസ് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അയാളുടെ ഫോണിൽ നിന്നും അയാളുടെ കോണ്ടാക്ട്സ് എല്ലാം ചോർത്തിയെടുത്ത് ഫിലിപ്പിനെ കൊണ്ടേൽപ്പിക്കുന്നു. കോണ്ടാക്ട്സ് എല്ലാം ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് വയലറ്റ് അതിനെല്ലാം തക്കതായ ഒരു പ്രതിഫലവും ഫിലിപ്പിൻ്റെ കയ്യിൽ നിന്നും വാങ്ങുന്നുണ്ട്. വയലറ്റ് ആ പൈസ എല്ലാം കൊണ്ടുപോയി ഫിലിപ്പിനറിയാത്ത തൻ്റെ പ്രൈവറ്റ് ലോക്കറിൽ കൊണ്ട് സൂക്ഷിച്ചു വെക്കുന്നു. എന്നാൽ ബോസ് ആവട്ടെ വയലറ്റ് തൻ്റെ കോണ്ടാക്ട്സ് എല്ലാം ചോർത്തിയ കാര്യമെല്ലാം അറിഞ്ഞ് വയലറ്റിനോട് അതിനെപ്പറ്റിയെല്ലാം ചോദിക്കുന്നു. വയലറ്റ് ബോസിനോട് ചോർത്താനുണ്ടായ കാരണത്തെപ്പറ്റിയും ഫിലിപ്പിൻ്റെ അടുത്ത പ്ലാനുകളെ പറ്റിയുമെല്ലാം ബോസിനോട് പറഞ്ഞു കൊടുക്കുന്നു. ബോസ് വയലറ്റിനോട് ഫിലിപ്പും കോബിയുമായിട്ടുള്ള ഡീൽ ക്യാൻസൽ ചെയ്യാൻ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അവിടെ കട്ട് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ പാർക്കിൽ വെച്ച് ഫിലിപ്പിനെ മീറ്റ് ചെയ്യുന്ന വയലറ്റിനെയാണ് കാണിക്കുന്നത്. വയലറ്റ് ആ സമയത്ത് ഫിലിപ്പിനോട് നടക്കാൻ പോകുന്ന ട്രാൻസാക്ഷനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നു. അവിടെ കട്ട് ചെയ്ത് അന്ന് രാത്രി ഫിലിപ്പ് കോബിയുമായി ഡീലിന് പോകും മുമ്പായിട്ട് വയലറ്റിനോട് യാത്ര പറയുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ വയലറ്റ് ആവട്ടെ ഫിലിപ്പ് വീട്ടിൽ നിന്നും ഇറങ്ങിയ ഉടൻ തന്നെ ആ ഇൻഫോർമേഷൻ എല്ലാം ബോസിനെ വിളിച്ചറിയിക്കുന്നു. അവിടെ കട്ട് ചെയ്ത് ട്രാൻസാക്ഷൻ നടക്കേണ്ട സ്ഥലത്ത് കോബിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഫിലിപ്പിനെയാണ് കാണിക്കുന്നത്. എന്നാൽ ഫിലിപ്പിൻ്റെ ഈ മൂവ്മെൻ്റ് എല്ലാം തൊട്ടപ്പുറത്ത് ഒരു വാനിലിരുന്ന് ബോസ് ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ കുറേ നേരം വെയിറ്റ് ചെയ്തതിനു ശേഷം ഫിലിപ്പിന് കോബിയിൽ നിന്നും ഒരു കോൾ ലഭിക്കുന്നു. ഈ ട്രാൻസാക്ഷൻ ക്യാൻസൽ ചെയ്തതായിട്ടായിരുന്നു ആ കോളിൽ നിന്നും ലഭിച്ച ഇൻഫോർമേഷൻ. ഇപ്പോഴാണ് നമുക്ക് ഇവിടുത്തെ ഒരു ട്വിസ്റ്റ് റിവീൽ ആവുന്നത്. വയലറ്റ് ഫിലിപ്പ് പോലും അറിയാതെ കോബിയുമായി ചെന്ന് ഡയറക്റ്റായി ഡീൽ ഉറപ്പിക്കുന്നു. ഡീൽ ക്യാൻസലായ ദേഷ്യത്തിൽ ഫിലിപ്പ് തൻ്റെ ആൾക്കാരെയും കൂട്ടി അവിടെ നിന്ന് തൻ്റെ റൂമിലേക്ക് പോകുന്നു. അവിടെ കട്ട് ചെയ്ത് ഡോക്ടർക്ക് വേണ്ട ഡ്രഗ്സ് എല്ലാം സപ്ലൈ ചെയ്യുന്ന വയലറ്റിനെയും കോബിയെയുമാണ് കാണിക്കുന്നത്. ഡ്രഗ്സ് എല്ലാം പ്രോപ്പറായി ലഭിച്ചതിനു ശേഷം ഡോക്ടർ വയലറ്റിന് വേണ്ട കമ്മീഷൻ എല്ലാം കൊടുക്കുന്നു. വയലറ്റ് ഡോക്ടറോട് ഈ കാര്യം ഒരിക്കലും ഫിലിപ്പ് അറിയരുത് എന്ന കാര്യത്തിലെല്ലാം ഉറപ്പുവരുത്തുന്നു. തനിക്ക് കിട്ടിയ കമ്മീഷനുമായി ബാറിൽ പോയി എൻജോയ് ചെയ്യുന്ന
വയലിനെ കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ബാക്കി എപ്പിസോഡ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.